ഹലോ, നല്ല അപ്പം മുട്ട റോസ്റ്റും അല്ലെങ്കിൽ പൊറോട്ടയും മുട്ട റോസ്റ്റും അതിഷ്ടപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നല്ല നാടൻ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി തന്നെ അങ്ങ് ആക്കാമെന്ന്. അപ്പോൾ എൻ്റെ കുട്ടി ഷെഫിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ കുരുമുളകും പെരിഞ്ചീരകവും നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് സവോള, തക്കാളി നമ്മുടെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ. എത്രത്തോളം നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും അത്രത്തോളം നമ്മുടെ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഒരു എണ്ണ ഇതിന് ചേരില്ല കേട്ടോ. അതിലേക്ക് നമ്മുടെ കനം കുറച്ച് അരിഞ്ഞ് നമ്മുടെ സവാള ഇട്ട് കൊടുത്തു. സവാള നന്നായിട്ട് മൂത്ത് വരട്ടെ. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും. ഇത് മൂത്ത് വരുമ്പോൾ തന്നെ വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു സ്മെല്ലാണ് കേട്ടോ. അതിലേക്ക് കൂടെ പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുമ്പോഴേക്ക് വീട് മൊത്തം നല്ല അടിപൊളി സ്മെല്ല്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇനി പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല. ഞാനിന്ന് ചിക്കൻ മസാലയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് സമയം നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഞാനിതാ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പുഴുങ്ങിയ മുട്ട അതിടുന്നത് കൺമണിയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ആരുടെയൊക്കെ വായിൽ വെള്ളം വന്നു. ഇതിൻ്റെ കൂടെ നല്ല ചൂട് അപ്പം ഉണ്ടെങ്കിൽ സംഭവം പൊളിക്കില്ലേ. എനിക്കിന്ന് പൊറോട്ടയായിരുന്നു. പൊറോട്ടയും മുട്ട റോസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.